Hello students, today we are discussing the previous year questions March 2017. In this short video, we are discussing question number 9 to 12. First question, that is question number 9a. Area bounded by the curve y is equal to cos x, x is equal to 0, x is equal to pi by 2 is option A 1 by 2, option B 2 by 3, option C 1, option D pi by 2. 1 mark question. We know that the area under the curve y is equal to f of x and x is equal to A, x is equal to B is given by area A is equal to integral A to B y dx. Here y is equal to cos x, A is equal to 0 and B is equal to pi by 2. Then area is equal to integral 0 to pi by 2 cos x dx, which is equal to cos x integral sin x, so which is equal to sin x lower limit 0 upper limit pi by 2, which is equal to sin pi by 2 minus sin 0, which is equal to 1. So the correct option is option C 1. Next question, question number 9b. Find the area between the curve y square is equal to 4x and x square is equal to 4y. 5 marks question. Area കണ്ടുപിടിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് കീപ്പ് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റെപ്പ് 1 ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഗിവൺ കർവ്സ് ആൻഡ് എക്സ്പ്രസ് ദി ഫംഗ്ഷൻ ആസ് y is equal to f of x. അതായത് കർവുകളുടെ ഗ്രാഫ് തന്നിരിക്കുന്ന കർവുകളുടെ ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫ് വരച്ച് ആ ഫംഗ്ഷനെ y is equal എന്ന് എക്സ്പ്രസ് ചെയ്യുക. സോ സ്റ്റെപ്പ് 1 നമ്മൾ x ആക്സും y ആക്സും വരയ്ക്കുന്നു. y square is equal to 4x ആണ്. y square is equal to 4x ഒരു പരാബോള ആയിരിക്കും, ഓപ്പൺ റൈറ്റ് ആയിട്ടുള്ള ഒരു പരാബോള ആയിരിക്കും y square is equal to 4x. സോ പരാബോള വരയ്ക്കുന്നു. y is equal to എക്സ്പ്രസ് ചെയ്യുന്നു. കർവിനെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y is equal to എക്സ്പ്രസ് ചെയ്ത് അത് ഗ്രാഫിന്റെ പുറത്ത് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് y square is equal to 4x ആകുമ്പോൾ y is equal to root of 4x, that is 2 root x. അത് ഞാൻ ഗ്രാഫിന്റെ പുറത്ത് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് കർവ് x square is equal to 4ay. We know that x square is equal to 4ay ഒരു പരാബോളയാണ്, ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു പരാബോളയാണ് x square is equal to 4ay. ദാറ്റ് ഈസ് പരാബോള വരയ്ക്കുന്നു. x square is equal to 4ay എന്ന് പറഞ്ഞ പരാബോള ഓപ്പൺ അപ്പ് ആണ്. സോ x square is equal to 4ay ആയതുകൊണ്ട് y equals x square by 4a ആയിരിക്കും. x square by 4a, y is equal to x square by 4a, അത് ഈ കർവിന്റെ പുറത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് y equals x square by 4a. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 നമുക്ക് ഏത് റീജിയൻ ആണോ കണ്ടുപിടിക്കുന്നത് ആ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 2. ഞാൻ ഇവിടെ റീജിയൻ ഷെയ്ഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റീജിയൻ ഷെയ്ഡ് ചെയ്തു. നെക്സ്റ്റ് ഈ റീജിയന്റെ സ്റ്റെപ്പ് 3 ഈ റീജിയന്റെ ഏറ്റവും ചെറിയ എക്സ് ലിമിറ്റ്, ദാറ്റ് ഈസ് എക്സ് ആക്സിലുള്ള ഏറ്റവും ചെറിയ ലിമിറ്റും റീജിയന്റെ ഏറ്റവും വലിയ എക്സ് ആക്സിലുള്ള ലിമിറ്റും കണ്ടുപിടിക്കുന്നു. എക്സ് ആക്സിലുള്ള ലിമിറ്റ് ഏറ്റവും വലുത് ഇവിടെയും ഏറ്റവും ചെറുത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഇവിടെയാണ് റീജിയന്റെ ഏറ്റവും വലിയ എക്സ് ലിമിറ്റ്. ഈ ഏറ്റവും വലിയ എക്സ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കർവുകളുടെ കൂട്ടുമുട്ടുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. സോ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതാണ് റീജിയന്റെ ഏറ്റവും വലിയ എക്സ് ലിമിറ്റ്. ഇതാണ് റീജിയന്റെ ഏറ്റവും ചെറിയ എക്സ് ലിമിറ്റ്. ദാറ്റ് ഈസ് ഫോർ ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഫോർ ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മൾ രണ്ട് ഇക്വേഷനോടെ സോൾവ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷനോടെ നമ്മൾ എങ്ങോട്ട് മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് first equation y is equal to x square by 4a and second equation y is equal to 2 root ax. Then the equation the left side same and right side should be same, that is x square by 4a is equal to 2 root ax. Now squaring on both sides. Squaring on x square by 4a square, x raised to 4 by 16a square, that is x raised to 4 by 16a square is equal to 2 into square 4 root ax into ax, that is 4ax. Next we cross multiplying these two one, that is x raised to 4. x raised to 4 is equal to 64a cube x. The left side ലോട്ട് കൊണ്ടുവന്ന് ഇക്വേഷൻ ആക്കുന്നു. that is right side 0 ആക്കി മാറ്റുന്നു. that is x raised to 4 minus ഈ 64a cube x ഇവിടെ വരുന്നുണ്ട് minus 64a cube x is equal to 0. രണ്ടിടത്തും കോമൺ ആയിട്ട് x ഉണ്ട്. so x can be taken out. x into x cube minus 64a cube is equal to 0. so either x is equal to 0 or x cube is equal to 64a cube. x cube 64a cube ആണെങ്കിൽ ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 4a എന്ന് വരും. a ക്യൂബിന്റെ a 64 ന്റെ ക്യൂബ് റൂട്ട് 4. that is x is equal to 4a. x is equal to 4a കിട്ടി. x is equal to 4a ഈ പോയിന്റും x is equal to 0 ഈ പോയിന്റും. that is നമ്മുടെ സ്റ്റെപ്പ് 3 കഴിയുന്നു. x is equal to 4a മാർക്ക് ചെയ്തു, x is equal to 0 മാർക്ക് ചെയ്തു. ഓക്കെ, സ്റ്റെപ്പ് 3 കഴിഞ്ഞു. now സ്റ്റെപ്പ് 4 ഒരു വെർട്ടിക്കൽ റെക്ടാങ്കുലർ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ വെർട്ടിക്കൽ റെക്ടാങ്കുലർ സ്ട്രിപ്പ്. ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ സ്ട്രിപ്പിന്റെ ഈ കർവിനകത്തുള്ള ഭാഗം y2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ കർവിനകത്തുള്ള ഭാഗം y1 എന്ന് മാർക്ക് ചെയ്യുന്നു. y2 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കർവിനകത്തുള്ള y വാല്യൂ ആണ് y2. ഈ കർവിനകത്തുള്ള y വാല്യൂ ആണ് y1. ഈ y ആണ് നമ്മൾ y1 എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് dx ആയിട്ട് അസ്യൂം ചെയ്യുന്നു. സോ നമുക്കറിയാം ഇതൊരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് ആയതുകൊണ്ട് ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ പ്രൊഡക്റ്റ്. സോ ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് ഈസ് ഈക്വൽ ടു y2 minus y1 into dx, which is equal to y2. നമുക്കറിയാം y2 ന്റെ വാല്യൂ ഈ കർവിനകത്തുള്ള y ആണ് y2 ന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഈ കർവിനകത്തുള്ള y 2 root x, ദാറ്റ് ഈസ് y2 2 root x മൈനസ് y1 എന്ന് പറഞ്ഞത് ഈ കർവിനകത്തുള്ള y ആണ്. ഈ കർവിനകത്തുള്ള y എന്താണ്ട് കാണുന്നു y is equal to x square by 4a, that is minus x square by 4a into dx.
നെക്സ്റ്റ് ഈ റീജിയന്റെ ഏരിയ കിട്ടുന്നതിന് ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിനെ നമ്മൾ ഈ എക്സ് ആക്സിലെ ഏറ്റവും ചെറിയ ലിമിറ്റ് തൊട്ട് ഏറ്റവും വലിയ ലിമിറ്റ് വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൂവ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി റീജിയൻ. ഏരിയ ഓഫ് ദി റീജിയൻ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഏറ്റവും ചെറിയ എക്സ് ലിമിറ്റ് ഏറ്റവും വലിയ എക്സ് ലിമിറ്റ്. ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിനെ ലോവർ ലിമിറ്റ് തൊട്ട് അപ്പർ ലിമിറ്റ് വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 4a 2 root ax ഈ കാണുന്ന 2 root ax മൈനസ് എക്സ് സ്ക്വയർ ബൈ 4a 2 root axനെ റൂട്ട് a കോൺസ്റ്റന്റ് റൂട്ട് a റൂട്ട് എക്സ് എന്ന് എഴുതിക്കുന്നത് മൈനസ് എക്സ് സ്ക്വയർ ബൈ 4a dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 root a കോൺസ്റ്റന്റ് റൂട്ട് എക്സിന്റെ എക്സ് റേസ് ടു 3/2 by 3/2. സോ 2 root a കോൺസ്റ്റന്റ് റൂട്ട് എക്സിന്റെ റൂട്ട് എക്സ് മീൻസ് എക്സ് റേസ് ടു 1/2 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 1/2 പ്ലസ് 1 3/2 ആണ്. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 3/2 by 3/2 മൈനസ് 4a കോൺസ്റ്റന്റ് ആണ് എക്സ് സ്ക്വയറിന്റെ എക്സ് ക്യൂ ബൈ 3 ദാറ്റ് ഈസ് എക്സ് ക്യൂ ബൈ 3 ഇൻറ്റു ഡിനോമിനേറ്ററിലെ 4a കോൺസ്റ്റന്റ് ആണ്. 4a അവിടെ വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 4a. അതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കാം മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 ഈ ബൈ 2 മേളിൽ വന്ന് 2 ആയിട്ട് ചേർന്ന് 4 ആവും. 3/2 ബൈ 2 മേളിൽ കൊണ്ടുപോയി 4 റൂട്ട് ചെയ്യാൻ അപ്പർ ലിമിറ്റ് 4a ദാറ്റ് ഈസ് 4a റേസ് ടു 3/2 by 3 മൈനസ് എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്തന്നെ 4a ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 into 4a. ലോവർ ലിമിറ്റ് വരുമ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റി 0 ആവും. ദാറ്റ് ഈസ് മൈനസ് 0. നെക്സ്റ്റ് റൈസ് ടു 3/2 നമുക്കറിയാം. റൈസ് ടു 3/2 എന്ന് പറയാം ബൈ 2 എന്ന് പറയാം റൂട്ട് ആണ്. സോ ഇവിടെ റൂട്ട് കൊടുക്കാം. റൈസ് ടു 3 അവിടെ തന്നെ നിർത്തിയിട്ട് ബൈ 2 അകത്ത് കൊടുത്ത് റൂട്ട് ആകാം. ദാറ്റ് ഈസ് 4 root a ഇൻറ്റു 4ന്റെ റൂട്ട് 2 റൈസ് ടു 3/2ന്റെ ബൈ 2 റൂട്ട് ആണ്. റൂട്ട് കൊടുക്കുമ്പോൾ 4ന്റെ റൂട്ട് 2 എയുടെ റൂട്ട് റൂട്ട് ചെയ്യാൻ ഇനി റൈസ് ടു 3 മാത്രം റൈസ് ടു 3 ഡിവൈഡ് ബൈ 3 മൈനസ് 4aയും ഒരു 4a ഇവിടെ ക്യാൻസൽ ആയി 4a സ്ക്വയർ ബൈ 3 4 root a ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു 4 root a ഇൻറ്റു 2ന്റെ ക്യൂബ് 8 എന്ന് എഴുതാം. റൂട്ട് എയുടെ ക്യൂബ് റൂട്ട് a ഇൻറ്റു റൂട്ട് a ഇൻറ്റു റൂട്ട് ആണ്. രണ്ട് റൂട്ട് ചേരുമ്പോൾ a ആവും. ദാറ്റ് ഈസ് a ഇൻറ്റു റൂട്ട് a. രണ്ട് റൂട്ടുകൾ ചേർന്ന് a ആയി. പിന്നെ ഒരു ബാലൻസ് ഒരു റൂട്ട് a ആ റൂട്ട് ആണ് ഈ കാണുന്നത് ബൈ 3 മൈനസ് 4a സ്ക്വയർ ബൈ 3 16a സ്ക്വയർ ബൈ 3. ഇത് മൾട്ടിപ്ലൈ ആകുമ്പോൾ 32a സ്ക്വയർ റൂട്ട് a ആവും. a ഇൻറ്റു a സ്ക്വയർ ആവും. 32a സ്ക്വയർ ബൈ 3 മൈനസ് 16a സ്ക്വയർ ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 16a സ്ക്വയർ ബൈ 3 സ്ക്വയർ യൂണിറ്റ്. ദാറ്റ് ഈസ് ദി ആൻസർ. Next question, question number 10a. The order of the differential equation x raised to 4 d square y by dx square is equal to 1 plus dy by dx the whole cube is option A 1, option B 3, option C 4, option D 2. One more question. We know that the order of a differential equation is the order of the highest derivative in the equation. That is, ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓർഡർ എന്താണോ അതിനെയാണ് നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് വിളിക്കുന്നത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് രണ്ട് ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്കും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സും. സോ ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സോ ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 2. ദാറ്റ് ഈസ് ദി ആൻസർ ഈസ് ഓർഡർ 2. ഡിഗ്രി ചോദിച്ചിട്ടില്ല, ഡിഗ്രി ഇവിടെ എഴുതിക്കുന്നേ ഉള്ളൂ. വി നോ ദാറ്റ് the degree of a differential equation is the exponent of the highest derivative in the equation after the equation is freed from fractions, radicals, etc. That is റൂട്ട് റൈസ് ടു 3/2 റൈസ് ടു 1/3 ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസും റാഡിക്കൽസും ഒക്കെ ഒഴിവാക്കിയതിനു ശേഷം ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ എക്സ്പൊണന്റ് അല്ലെങ്കിൽ പവർ എന്താണോ അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഇവിടെ ഫ്രാക്ഷൻസ് റാഡിക്കൽസ് ഒന്നുമില്ല. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് ആണ്. അതിന്റെ എക്സ്പൊണന്റ് ഇവിടെ ഒന്നുമില്ലെങ്കിൽ അതിന്റെ എക്സ്പൊണന്റ് 1 ആണ്. സോ ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 1. ഡിഗ്രി ചോദിച്ചിട്ടില്ല, ഒപ്പം പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10b. Find the particular solution of the differential equation 1 plus x square d square y by dx square plus 2xy equals 1 by 1 plus x square y equals 0 when x is equal 1. 5 marks question ആണ്. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2017 ക്വസ്റ്റ്യൻ നമ്പർ 10b. ദാറ്റ് ഈസ് ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരുന്നു. ഒരു എക്സാമിനർ ഉദ്ദേശിച്ചത് dy by dx ആയിരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് d square y by dx square ആണ്. സോ ഇത്തരത്തിലുള്ള ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ എക്സാമിനർ ഉദ്ദേശിച്ചത് ഇത് dy by dx ആക്കി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ദി ക്വസ്റ്റ്യൻ ഈസ് മിസ്റ്റേക്കൺ. ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 1 plus x square dy by dx plus 2xy equals 1 by 1 plus x square. That is, we have 1 plus x square dy by dx plus 2xy equals 1 by 1 plus x square. Then equation number 1 lote assume ചെയ്യാം. We know that the general form of a linear differential equation in y is dy by dx plus py is equal to q. That is, dy by dx ഫ്രീ ആയിരിക്കണം. dy by dx ന്റെ കൂടെ കോഎഫിഷ്യന്റോ നമ്പറോ ഒന്നും കാണാൻ പാടില്ല. വൈയുടെ ടേം ലെഫ്റ്റ് സൈഡിലായിരിക്കണം, ബാക്കി എല്ലാ ടേമുകളും റൈറ്റ് സൈഡിലായിരിക്കണം. dy by dxും വൈയുടെ ടേമും മാത്രം ലെഫ്റ്റ് സൈഡിൽ, ബാക്കി എല്ലാ ടേമുകളും റൈറ്റ് സൈഡിലായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നത് q, വൈയുടെ കൂടെ നിൽക്കുന്നത് ഏതാണോ ആ ടേം p. സോ ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റാം. സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റുന്ന ഈ dy by dx ഫ്രീ ആക്കണം. dy by dx ഫ്രീ ആക്കുക മീൻസ് dy by dxന്റെ കൂടെയുള്ള നമ്പേഴ്സോ കോഎഫിഷ്യന്റോ മറ്റ് ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം.
സോ അങ്ങനെ ഫ്രീ ആക്കുന്നതിനായിട്ട് 1 plus x square കൊണ്ട് കംപ്ലീറ്റ് ടേംസിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 1 plus x square. സോ 1 plus x square കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ dx 1 plus x square ഉണ്ട് 1 plus x square കൊണ്ട് ഡിവൈഡ് ബൈ dx നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 plus x square ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ dx. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2xy ഡിവൈഡ് ബൈ 1 plus x square. ദാറ്റ് ഈസ് 2xy ഡിവൈഡ് ബൈ 1 plus x square ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഡിനോമിനേറ്റർ 1 plus x square ഉണ്ട്. ഒരു 1 plus x square കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 plus x square the whole square ആവും. ദാറ്റ് ഈസ് 1 by 1 plus x square the whole square. We know that ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ y യുടെ കൂടെ നിൽക്കുന്നത് എന്താണോ അത് p, റൈറ്റ് സൈഡ് is equal to കഴിഞ്ഞ് വരുന്നത് എന്താണോ അത് q. ദാറ്റ് ഈസ് p is equal to ഈ y യുടെ കോഎഫിഷ്യന്റ് 2x by 1 plus x square ആണ്. ദാറ്റ് ഈസ് p is equal to 2x by 1 plus x square and this one is q. That is q is equal to 1 divided by 1 plus x square the whole square. Now integral of p dx is equal to സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ p യെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. That is integral of p dx is equal to integral of 2x divided by 1 plus x square dx. We know that f dash x by f of x, integral of f dash x by f of x is log mod of f of x. അതായത് മുകളിൽ ഡെറിവേറ്റീവും ഡിനോമിനേറ്റർ ഫംഗ്ഷൻ വരുന്ന സമയത്തല്ല, ന്യൂമറേറ്റർ ഡെറിവേറ്റീവും ഡിനോമിനേറ്റർ ഫംഗ്ഷൻ വരുന്ന സമയത്തല്ല അതിന്റെ ഇന്റഗ്രൽ എല്ലായ്പ്പോഴും ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് 1 plus x square, 1 ന്റെ ഡെറിവേറ്റീവ് 0, x സ്ക്വയറിന്റെ 2x. അപ്പോൾ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് നിൽക്കുന്ന സിറ്റുവേഷൻ ആണിത്. സോ ഇതിന്റെ ഇന്റഗ്രൽ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ലോഗ് ഓഫ് 1 plus x square, ലോഗ് മോഡുലസ് ഓഫ് 1 plus x square പ്ലസ് സി ഇടണ്ട, ഡിഫറൻഷ്യലിക്കേഷന്റെ ഈ ലാസ്റ്റ് മാത്രം പ്ലസ് സി കൊടുത്താൽ മതി. സോ ഇവിടെ പ്ലസ് സി വേണ്ട, ലോഗ് മോഡുലസ് ഓഫ് 1 plus x square. We know that the solution of a linear differential equation is y into e raised to integral p dx is equal to integral of q into e raised to integral p dx dx plus c. അത് y into e raised to integral p dx ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറയും, which is equal to q into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ plus c. സോ ഇന്റഗ്രൽ p dx നമ്മൾ കണ്ടുപിടിച്ചു. ഇനി e raised to integral p dx ആണ്. സോ e raised to integral p dx is equal to e raised to integral p dx is equal to e raised to log of 1 plus x square. നമുക്കറിയാം ഈ ലോഗും ഇൻവേഴ്സ് ഫംഗ്ഷനുകളാണ്. ഈ ഇൻവേഴ്സ് ഫംഗ്ഷനുകൾ തമ്മിൽ ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് 1 plus x square. 1 plus x square ആണ് e raised to integral p dx. Now നമുക്ക് സൊല്യൂഷൻ എഴുതാം. ദി ജനറൽ സൊല്യൂഷൻ ഈസ് y into e raised to integral p dx അല്ലെങ്കിൽ if. That is y into if ന്റെ വാല്യൂ അല്ലെങ്കിൽ e raised to integral p dx ന്റെ വാല്യൂ 1 plus x square ആണ്. So y into 1 plus x square, y into 1 plus x square is equal to integral of q into 1 plus x square dx plus c. Integral of q into 1 plus x square dx. q നമുക്കറിയാം 1 plus x square the whole square ആണ്. So integral of 1 by 1 plus x square the whole square into 1 plus x square dx. നമുക്ക് 1 plus x square ഉം ഇവിടെ 1 plus x square the whole square ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. നമ്മൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുന്നു. 1 plus x square ഉം 1 plus x square the whole square ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ integral of 1 by 1 plus x square dx വരും. We know that integral of 1 by 1 plus x square is equal to tan inverse x plus c. So which is equal to tan inverse x plus c. That is the general solution is y into 1 plus x square equals tan inverse x plus c. നമുക്കറിയാം ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നതിനായിട്ട് ക്വസ്റ്റ്യൻ അത് തന്നിരിക്കുന്ന ആ കണ്ടീഷൻ അപ്ലൈ ആവും. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ അത് തന്നിരിക്കുന്നത് y is equal to 0 when x is equal to 1 എന്നാണ്. സോ ഗിവൺ y is equal to 0 when x is equal to 1. ഈ കണ്ടീഷൻ നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടുന്നു ആ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നത്. സി നിൽക്കുമ്പോൾ ഇതിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. സിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. സോ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. y is equal to 0. y is equal to 0 എന്ന് പറയുമ്പോൾ 0 into this one, 0 into anything 0. സോ ഈ ലെഫ്റ്റ് സൈഡ് 0 ആവും. ദാറ്റ് ഈസ് 0 ഈക്വൽസ് x ന്റെ വാല്യൂ 1. സോ tan inverse 1 പ്ലസ് this c. ഓക്കെ, സോ c ഈക്വൽസ് മൈനസ് tan inverse 1 എന്നാവും. ദാറ്റ് ഈസ് c ഈക്വൽസ് tan inverse 1 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് tan inverse 1. സോ മൈനസ് tan inverse 1, tan inverse 1 നമുക്കറിയാം pi by 4 ആണ്. സോ മൈനസ് pi by 4. ഈ c യുടെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get y into 1 plus x square equals tan inverse x minus pi by 4. This is the answer. This is the particular solution. So this is the answer. Next question, question number 11a. The projection of the vector 2i plus 3j plus 2k on the vector i plus j plus k is option A 3 by root 3, option B 7 by root 3, option C 3 by root 17 and option D 7 by root 17. One more question ആണ്. First vector ne ഈ 2i plus 3j plus 2k എന്ന് പറയുന്ന വെക്ടർ നമുക്ക് a യിലേക്കും i plus j plus k എന്ന് പറയുന്ന വെക്ടറിനെ b യിലേക്കും നമുക്ക് അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് ലെറ്റ് വെക്ടർ a equals 2i plus 3j plus 2k and vector b equals i plus j plus k. We know that the projection of vector a on vector b is a dot b divided by magnitude of vector b. That is a എന്ന് പറയുന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ b യിലുള്ളത് a dot b divided by magnitude of vector b ആണ്. സോ a dot b കാണാൻ i യുടെ കോഎഫിഷ്യന്റ് i യുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, j യുടെ കോഎഫിഷ്യന്റ് j യുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, k യുടെ കോഎഫിഷ്യന്റ് k യുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, divided by magnitude of b. That is
2 into 1. I took option 2, ഇവിടെ I took option 1, that is 2 into 1 plus 3 into 1 plus ഇവിടുത്തെ k took option 2, ഇവിടുത്തെ k took option 1, that is 2 into 1, 2 divided by magnitude of vector b, that is square root of 1 square plus 1 square plus k took option 1, that is 1 square, which is equal to 2 into 1 2 plus 3 into 1 3, 5 plus 2 7, that is 7 divided by root 3, that is the right option is option B, 7 by root 3. Next question, question number 11b. Find the area of a parallelogram whose adjacent sides are the vectors 2a plus j plus k and I minus j. 2 marks question ആണ്. First vector നമുക്ക് a ലോട്ട് assume ചെയ്യാം, that is vector a equals 2a plus j plus k and vector b is I minus j, that is vector b is equal to I minus j. We know that the area of a parallelogram is magnitude of a cross b. So first നമ്മൾ a cross b കാണുന്നു, that is a cross b is equal to determinant of I j k 2 1 1, that is 1 minus 1 0. What the option 1 minus 1 0, so last row 1 minus 1 0, which is equal to I into 0 minus minus 1, that is 0 plus 1 minus j into 0 minus 1 plus k into k the row in delete k into minus 2 minus 1, which is equal to I minus 1 minus j, that is plus j minus 2 minus 1 minus 3, that is minus 3k. Then next magnitude of a cross b, that is magnitude of a cross b is equal to square root of 1 square plus 1 square plus minus 3 square, which is equal to root of 11. So the area of a parallelogram is equal to magnitude of a cross b, which is equal to root 11. Here a and b are the adjacent sides of a triangle. Area of triangle is half into magnitude of a cross b. Triangle angle half into magnitude of a cross b, parallelogram angle magnitude of a cross b. Next question, question number 12a. The angle between the vectors I plus j and j plus k is option A 60 degree, option B 30 degree, option C 45 degree and option D 90 degree. 1 mark question ആണ്. ഫസ്റ്റ് നമുക്ക് ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ എയിലോട്ടും ബിയിലോട്ടും അസ്യൂം ചെയ്യാം, ദാറ്റ് ഈസ് I plus j എയിലോട്ടും j plus k നമുക്ക് ബിയിലോട്ടും അസ്യൂം ചെയ്യാം, ദാറ്റ് ഈസ് ലെറ്റ് വെക്ടർ A is equal to I plus j and vector B is equal to j plus k. We know that the angle between the vectors vector A and vector B is given by cos theta is equal to a dot b divided by magnitude of vector A into magnitude of vector B. That is a dot b. A dot b means I plus j dot j plus k. Magnitude of vector A root of 1 square plus 1 square plus 0 square. Magnitude of vector B 1 square plus 1 square plus 0 square. That is I plus j dot j plus k divided by 0 square നമുക്ക് എഴുതണ്ട, that is 1 square plus 1 square plus 0 square വേണ്ട. Magnitude of vector B, that is 0 square plus 1 square plus 1 square, 0 square നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. So dot ചെയ്യുമ്പോൾ ഐയുടെ കോഎഫിഷ്യന്റും ഇവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റും മൾട്ടിപ്ലൈ ചെയ്യും, that is ഐയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 0, ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് 1, that is 1 into 0 0, ജെയുടെ കോഎഫിഷ്യന്റ് 1, ജെയുടെ കോഎഫിഷ്യന്റ് 1, 1 into 1 1 പ്ലസ് ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് 0, ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് 1, that is which is equal to 0 plus 1 plus 0 divided by root 2 into root 2, which is equal to 1 by 2, that is cos theta is equal to 1 by 2, which implies theta is equal to 60 degree. So the correct option is option A 60 degree. Next question, question number 12b. If vector A, vector B, vector C are unit vectors such that vector A plus vector B plus vector C is equal to 0, find the value of A dot B plus B dot C plus C dot A. 4 mark question ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു question ആണ്. Given vector A plus vector B plus vector C is equal to 0 and A, B, C are unit vectors, that is magnitude of vector A is equal to 1, magnitude of vector B is equal to 1 and magnitude of vector C is equal to 1, that is magnitude of vector A is equal to magnitude of vector B is equal to magnitude of vector C is equal to 1. Since A plus B plus C is equal to 0, its modulus is also equal to 0. So modulus of A plus B plus C is equal to 0. When we squaring on both sides, magnitude of A plus B plus C square is equal to 0 square is 0. A plus B plus C square, magnitude of A plus B plus C square is equal to, we know that magnitude of A plus B plus C square is equal to magnitude of A square plus magnitude of B square plus magnitude of C square plus A dot B plus B dot C plus C dot A, which is equal to 0. We know that magnitude of A, which is equal to 1, magnitude of B, which is equal to 1, and also magnitude of C is equal to 1, that is 1 square plus 1 square plus 1 square, 1 square 1, that is 1 plus 1 plus 1, that is 1 plus 1 plus 1 plus ഈ മൂന്ന് ടേമിനകത്തും 2 കോമൺ ആണ്, so 2 can be taken out, that is 2 into
2 into a dot b plus b dot c plus c dot a is equal to 0, which implies 2 into a dot b plus b dot c plus c dot a is equal to minus 3, that is 1 plus 1 plus 1, which is equal to 3. The right side formula minus 3, which implies a dot b plus b dot c plus c dot a is equal to minus 3 by 2, which is the answer. For more videos, please visit www.btubeonline.com.